അഹമ്മദാബാദ് വിമാന അപകടം രാജ്യത്തെ നടുക്കിയ ദുരന്തം. ആ അപകടത്തിന് ഇന്ന് 1 മാസം തികയുകയാണ്. രാജ്യാന്തര ചട്ടപ്രകാരം 30 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും മംഗലാപുരം വിമാനാപകടം, അതോടൊപ്പം തന്നെ കരിപ്പൂർ വിമാനാപകടം. അന്ന് ഈ റിപ്പോർട്ട്, അതായത് അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നില്ല. അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണോ വേണ്ടയോ എന്നത് ഓരോ രാജ്യത്തിനും തീരുമാനിക്കാം. അഹമ്മദാബാദ് അപകടത്തിന്റെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക റിപ്പോർട്ടാണ് ഇന്നലെ രാത്രി വൈകി പുറത്തു വന്നത്. ഇന്ധന നിയന്ത്രണ സ്വിച്ച് വിമാനം പറന്നു പൊങ്ങുന്നതിനിടെ ഓഫ് ആയതാണ് അപകട കാരണം. അപ്പോൾ എന്താണ് ജൂൺ 12 സംഭവിച്ചതെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതായത് എയർ ഇന്ത്യയുടെ വിമാനം, അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുന്ന എയർ ഇന്ത്യയുടെ വിമാനം, അതിൽ യാത്രക്കാരും ജീവനക്കാരുമായി വിമാനത്തിൽ 242 ആളുകളാണ് ഉണ്ടായിരുന്നത്. 1:37 കൃത്യം 1:37 ഈ വിമാനത്തിന്, എയർ ഇന്ത്യയുടെ വിമാനത്തിന് ടേക്ക് ഓഫിന് ക്ലിയറൻസ് കിട്ടുകയാണ്. 1:38 വിമാനം പറന്നുയർന്നു. 2 എഞ്ചിനുകളുടെയും ഇന്ധന സ്വിച്ചുകൾ ഓഫായി. ആരാണ് ഓഫാക്കിയതെന്ന് ഈ പൈലറ്റുമാരിൽ ഒരാൾ ചോദിക്കുന്നു. ഞാനല്ല എന്ന് സഹ പൈലറ്റ് മറുപടി പറയുന്നു. അത് കഴിഞ്ഞ് 1:39 ഈ വിമാനത്തിൽ നിന്ന് മെയ്ഡേ സന്ദേശം ATCയിലേക്ക്, എയർ ട്രാഫിക് കൺട്രോളിലേക്ക് പോവുകയാണ്. മെയ്ഡേ സന്ദേശം പോവുകയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ വിമാനം തകർന്നു വീണു. ഇതാണ് ജൂൺ 12 സംഭവിച്ച ഒരു പിക്ചർ. ഇതാണ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് ആണ്. അതായത് ഇന്ധന നിയന്ത്രണ സ്വിച്ച്. വിമാനത്തിന്റെ 2 ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചുകളും റൺ മോഡിൽ ആയിരുന്നില്ല. അതായത് രണ്ടും സ്വിച്ച് ഓഫ് മോഡിലായിരുന്നു എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇത് ഓഫ് ആയതാണ് അപകട കാരണം. അപ്പോൾ ആരാണ് ഇത് ഓഫാക്കിയത്? എങ്ങനെയാണ് ഇത് ഓഫായത്? ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. നമുക്ക് എന്താണ് ഫ്യൂവൽ സ്വിച്ച് എന്ന് ഇനി പരിശോധിക്കാം. അതായത് ഫ്യൂവൽ സ്വിച്ച്, വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്ക് ഇന്ധന വിതരണം നിയന്ത്രിക്കുന്നത് ഈ ഫ്യൂവൽ സ്വിച്ചുകളാണ്. എഞ്ചിൻ പ്രവർത്തിപ്പിക്കാനും അതോടൊപ്പം തന്നെ എഞ്ചിൻ നിർത്താനുമാണ് പൈലറ്റുമാർ ഈ കാണുന്ന ഫ്യൂവൽ സ്വിച്ച് ഉപയോഗിക്കുന്നത്. പറക്കുന്നതിനിടെ അഥവാ എഞ്ചിൻ എന്തെങ്കിലും തകരാർ കണ്ടെത്തിയാൽ എഞ്ചിൻ നിർത്താനും അല്ലെങ്കിൽ എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്യാനും ഈ ഫ്യൂവൽ സ്വിച്ച് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. സ്വാഭാവികമായും ഈ ഫ്യൂവൽ സ്വിച്ച് ആരാണ് ഓഫാക്കിയതെന്ന ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷേ പൈലറ്റുമാർക്ക് അബദ്ധത്തിൽ ഓഫ് ചെയ്യാൻ കഴിയുന്ന തരത്തിലല്ല ഈ ഫ്യൂവൽ സ്വിച്ച് ഉള്ളത്. അതായത് ഈ സ്വിച്ച് ഓഫ് ആയാൽ എഞ്ചിന്റെ പ്രവർത്തനം പെട്ടെന്ന് തന്നെ നിലയ്ക്കും. വീണ്ടും ഓൺ ചെയ്താൽ എഞ്ചിൻ പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമാകാൻ ഏകദേശം 2 മിനിറ്റ് സമയമെടുക്കും. ഇനിയിപ്പോ വിമാനം നല്ല ഹൈറ്റിലാണെങ്കിൽ, അതായത് നല്ല ഉയരത്തിലാണെങ്കിൽ ഇത് പ്രശ്നമല്ല. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ വിമാനം പറന്ന് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നാണ് എഞ്ചിൻ നിലച്ചത്. വിമാനം തകർന്നു വീണു. നോക്കൂ, ഈ എയർ ഇന്ത്യ 787 വിമാനത്തിൽ ത്രസ്റ്റ് ലിവറുകളുടെ താഴെയാണ് ഈ ഫ്യൂവൽ സ്വിച്ച് എഞ്ചിൻ ഉള്ളത്. കൃത്യമായി ഉറച്ചിരിക്കാൻ വേണ്ടി, അതായത് എന്തെങ്കിലും ജെർക്ക് ഉണ്ടായാലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൈ തട്ടിയോ അങ്ങനെ ഒന്നും ഓഫ് ആവാതിരിക്കാൻ വേണ്ടി സ്പ്രിംഗ് സംവിധാനത്തോടു കൂടിയാണ് ഈ സ്വിച്ച് അവിടെ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 2 മോഡുകളുണ്ട്. ഒന്ന് റൺ, മറ്റൊന്ന് കട്ട് ഓഫ്. ഈ 2 മോഡുകളാണുള്ളത്. റണ്ണിൽ നിന്ന് കട്ട് ഓഫിലേക്ക് മാറ്റണമെങ്കിൽ പൈലറ്റ് ഈ കാണുന്ന ഈ സ്വിച്ച് ഉണ്ടല്ലോ, ആ സ്വിച്ച് മുകളിലേക്ക് വലിച്ചുയർത്തണം. ഇതാണ് ഫ്യൂവൽ സ്വിച്ചുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു കാര്യം. ഇനി നമുക്ക് നോക്കേണ്ടത്, ഈ വിമാനം പറന്നുയർന്ന് 3-ാം സെക്കൻഡിൽ വിമാനത്തിന്റെ 2 എഞ്ചിനിലേക്കും ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ ഓഫ് ആയിട്ടുണ്ട്. അതാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഈ സ്വിച്ചുകൾ ഓഫ് ആകുന്നതുവരെ ഈ വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നോക്കൂ, ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞ് 7 മിനിറ്റും 37 സെക്കൻഡും 1 മണി 7 മിനിറ്റ് 37 സെക്കൻഡ്. ഈ സമയത്താണ് റൺവേയിലേക്ക് വിമാനം നീങ്ങിത്തുടങ്ങിയത്. അങ്ങനെ നീങ്ങിത്തുടങ്ങുന്നു, റൺവേയുടെ അറ്റത്തേക്ക് എത്തുന്നു, മുന്നിലേക്ക് ഓടുന്നു. ടേക്ക് ഓഫിന് തൊട്ട് മുൻപുള്ള വേഗം, അതായത് V1 എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. ടേക്ക് ഓഫിന് തൊട്ട് മുൻപുള്ള വേഗമായ V1, അതായത് 153 നോട്ട്സിലേക്ക് ഈ വിമാനം എത്തുകയാണ്. ഇനി രണ്ടാമത്, അതായത് 2 സെക്കൻഡിന് ശേഷം 1 മണി 8 മിനിറ്റ് 33 സെക്കൻഡ് ഈ വിമാനം നിലത്ത് നിന്ന് വിട്ടുയരാൻ ആവശ്യമായ വേഗം, അതായത് VR, അതായത് 155 നോട്ട്സിലേക്ക് എത്തുന്നു. ഇനി അടുത്ത ഘട്ടം എന്താണ്? ഇത് കഴിഞ്ഞ 4 സെക്കൻഡ് കഴിഞ്ഞ് 1 മണി 8 മിനിറ്റ് 39 സെക്കൻഡിന് ഈ വിമാനം നിലത്ത് നിന്ന് ഉയരുകയാണ്, നിലം വിട്ട് ഉയരുകയാണ് ഈ വിമാനം.
വീണ്ടും മുകളിലേക്ക് പറക്കാൻ ആവശ്യമായ ആരോഗ്യകരമായ വേഗം, അതായത് 162 നോട്ട്സും അതും കഴിഞ്ഞ് 180 നോട്ട്സിലേക്ക് എത്തുന്നു ഈ വിമാനം. അപ്പോൾ സമയം 1 മണി 8 മിനിറ്റ് 42 സെക്കൻഡാണ്. ഉടൻ തന്നെ വിമാനം, അത് ഈ 1 മണി 8 മിനിറ്റ് 42 സെക്കൻഡിൽ വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ, നമ്മൾ നേരത്തെ സംസാരിച്ച ഫ്യൂൽ സ്വിച്ചുകൾ രണ്ടും 1 സെക്കൻഡ് വ്യത്യാസത്തിൽ, 2 സ്വിച്ചുകളുണ്ട്, ആ 2 സ്വിച്ചുകളും 1 സെക്കൻഡ് വ്യത്യാസത്തിൽ ഓഫ് ചെയ്യപ്പെടുകയാണ്. അതായത് റൺ എന്ന നിലയിൽ നിന്ന് കട്ട് ഓഫ് എന്ന നിലയിലേക്ക് ഈ സ്വിച്ചുകൾ മാറുകയാണ്. ഇടതുവശത്തെ എഞ്ചിൻ 1ന്റെ സ്വിച്ച് ആദ്യം, ഇടതുവശത്തെ എഞ്ചിനുമായിട്ട് അതിന്റെ എഞ്ചിൻ 1ന്റെ സ്വിച്ച് ആദ്യവും വലതുവശത്തെ എഞ്ചിൻ 2ന്റെ സ്വിച്ചാണ് രണ്ടാമതും ഓഫ് ചെയ്തത്. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് 3 സെക്കൻഡ് സമയം മാത്രമേ അപ്പോൾ ആയിരുന്നുള്ളൂ എന്ന് നമ്മൾ ഓർക്കണം. ഇനി അടുത്ത കാര്യം, അതായത് ഈ സ്വിച്ച് ഓഫായി വിമാനത്തിലേക്കുള്ള ഇന്ധന വിതരണം നിലച്ചു. അത് കഴിഞ്ഞ് എന്താണ് സംഭവിച്ചതെന്ന് കൂടി നോക്കാം. സ്വാഭാവികമായും ഈ എഞ്ചിനുകളിലേക്ക് ഇന്ധനം നിലച്ചതോടെ എഞ്ചിനുകൾ സ്വയം ഓഫാകാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അതായത് ഇന്ധന വിതരണം എഞ്ചിനിലേക്ക് നിലയ്ക്കുന്നു. അപ്പോൾ ഈ സ്വയം ഓഫാകാനുള്ള അടുത്ത നടപടികളിലേക്ക് എഞ്ചിൻ നീങ്ങുകയാണ്. അതായത് കറക്കത്തിന്റെ വേഗം കുറഞ്ഞു, പുറത്തേക്ക് വരുന്ന വായുവിന്റെ ചൂടും കുറഞ്ഞു തുടങ്ങി. വിമാനത്തിന്റെ വേഗം കുറഞ്ഞതിനാൽ മുകളിലേക്കുള്ള തള്ളൽ, ആ ലിഫ്റ്റിംഗ് അത് കുറയാൻ ആരംഭിച്ചു. അതായത് ഈ സ്വിച്ച് ഓഫായി 10 സെക്കൻഡ് കഴിയുമ്പോൾ, അതായത് 1 മണി 8 മിനിറ്റ് 52 സെക്കൻഡിൽ ഒന്നാം എഞ്ചിന്റെ ഇന്ധന സ്വിച്ച് വീണ്ടും ഓൺ ആകുന്നുണ്ട്. അതായത് ഓഫായ ആ സ്വിച്ച് കട്ട് ഓഫിൽ നിന്ന് വീണ്ടും റണ്ണിംഗ് മോഡിലേക്ക് മാറുകയാണ്. വീണ്ടും ഒരു 4 സെക്കൻഡ് കഴിയുന്നു. ആ 4 സെക്കൻഡ് കഴിയുമ്പോൾ രണ്ടാം എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹവും പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. അതായത് എപ്പോഴാണോ ഓഫാക്കിയത്, ആ ഓഫാക്കി കഴിഞ്ഞ് 13 സെക്കൻഡ് കഴിഞ്ഞ് രണ്ടാമത്തെ എഞ്ചിനിലേക്കുള്ള സ്വിച്ചും വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുന്നുണ്ട്. ആദ്യം ഓണാക്കിയ ഇടത്തെ എഞ്ചിൻ പ്രവർത്തന സജ്ജമാകുന്നതിനുള്ള നടപടികളിലേക്ക് സ്വയം നീങ്ങി. പക്ഷേ രണ്ടാം എഞ്ചിൻ ശരിയാകാൻ പിന്നെയും ഏറെ സമയമെടുക്കുമെന്ന് വ്യക്തമായിരുന്നു. എഞ്ചിനുകൾ നിലച്ചാൽ അതിനെ വീണ്ടും കറക്കി പ്രവർത്തന പാതയിലേക്ക് എത്തിക്കേണ്ട ഓക്സിലറി പവർ യൂണിറ്റ് ഇതിനിടെ സ്വയം സജ്ജമായിരുന്നു. ഏകദേശം 1 മണി 8 മിനിറ്റ് 54 സെക്കൻഡിന് ആദ്യ എഞ്ചിൻ നിലച്ച് 2 സെക്കൻഡിന് ശേഷമാണ് ഇതെല്ലാം സംഭവിച്ചത്. അത് നമുക്കറിയാം. മെയ്ഡേ സന്ദേശം, എന്തുകൊണ്ടാണ് മെയ്ഡേ സന്ദേശം പൈലറ്റുമാർ അയച്ചത്? ഇതെല്ലാം ഞാനൊരു സമയക്രമത്തിലാണ് പറഞ്ഞു വരുന്നത്. 1 മണി 9 മിനിറ്റ് 5 സെക്കൻഡിനാണ് മെയ്ഡേ എന്നുള്ള സന്ദേശം പോകുന്നത്. ഇടത്തെ എഞ്ചിൻ, അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യം ഓഫായി പിന്നീട് അത് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇടത്തെ എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്ത് 13 സെക്കൻഡും കഴിഞ്ഞ് വലത്തേത് റീസ്റ്റാർട്ട് ചെയ്ത് 9 സെക്കൻഡും കഴിയുമ്പോഴാണ് ഈ മെയ്ഡേ സന്ദേശം പോകുന്നത്. ബോയിങ് 787 വിമാനങ്ങളുടെ ക്വിക്ക് റെഫറൻസ് ഹാൻഡ് ബുക്കിലെ അടിയന്തര സാഹചര്യ നടപടിക്രമങ്ങൾ നോക്കിയാൽ റീസ്റ്റാർട്ട് ചെയ്ത എഞ്ചിൻ വീണ്ടും പ്രവർത്തന സജ്ജമാക്കാൻ 2 മിനിറ്റോളം സമയമെടുക്കും. അത് എത്രയോ പ്രാവശ്യം സ്വാഭാവികമായും ഈ ഇതിലുണ്ടായിരുന്ന 2 പൈലറ്റുമാരുടെ ഫ്ലൈയിങ് അവേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ നല്ല മികവുള്ള പൈലറ്റുമാരാണ്, അവർക്ക് അറിയാം അപ്പം മെയ്ഡേ സന്ദേശം കൊടുക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച്. മെയ്ഡേ സന്ദേശത്തിന് മറുപടിയായി ഈ വിമാനം ഏതാണ്, കോൾ സൈൻ ഏതാണ് എന്ന് ATCയിൽ നിന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒരു മറുപടിയും ഈ വിമാനത്തിൽ നിന്ന് തിരിച്ച് ATCക്ക് ലഭിച്ചില്ല. സെക്കൻഡുകൾക്കകം വിമാനം തകർന്നു വീണു. നോക്കൂ, ഇന്നിപ്പോൾ 1 മാസമാവുകയാണ് ഈ അപകടം നടന്നിട്ട്. ഈ അപകടത്തിന് പിന്നാലെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ, വ്യാജ വാർത്തകൾ, പ്രചരണങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തേക്ക് വന്നപ്പോൾ കേട്ട ഒരുവിധം എല്ലാ പ്രചാരണങ്ങളും തെറ്റായിരുന്നു എന്ന് തെളിയുകയാണ്. അപ്പോൾ ആരാണ് ഇത് പ്രചരിപ്പിച്ചത്, എന്തിനാണ് ഇത് പ്രചരിപ്പിച്ചതെന്ന ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൽ കേട്ട ആ വ്യാജ വാർത്തകൾ, വ്യാജ പ്രചരണങ്ങൾ എന്തായിരുന്നു കൂടി വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ആദ്യത്തേത്, ഈ അപകടം നടന്ന പിറ്റേ ദിവസം മുതൽ നമ്മൾ കേട്ട ഒരു സ്റ്റോറി ആയിരുന്നു, ഒരു വേർഷൻ ആയിരുന്നു. ഈ വിമാനം പറന്നുയരുന്ന സമയത്ത് പിന്നിലേക്ക് മടക്കി വെക്കേണ്ടിയിരുന്ന ഫ്ലാപ്പുകൾ അത് നേരെയാണ് ഇരുന്നിരുന്നത്. അതായത് വിമാനത്തിന് ഉയരാൻ ആവശ്യമായ ലിഫ്റ്റ് കിട്ടുന്നത് കുറഞ്ഞിട്ടുണ്ടാകും, അതായിരിക്കാം ഒരു പക്ഷേ അപകട കാരണമെന്ന് നമ്മൾ കേട്ടിരുന്നു. പക്ഷേ അത് തെറ്റാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: താഴെ നിന്ന് കിട്ടിയ വിമാന അവശിഷ്ടങ്ങളിൽ ഫ്ലാപ്പ് ഹാൻഡിൽ, ഇന്നത്തെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യമാണ്. നമുക്ക് ഈ അപകടം കഴിഞ്ഞ് ഈ വിമാന അവശിഷ്ടങ്ങളിൽ നിന്നാണ് വിവരങ്ങൾ ശേഖരിച്ചത്. ഈ വിമാന അവശിഷ്ടങ്ങളിൽ ഫ്ലാപ്പ് ഹാൻഡിൽ അസംബ്ലിയിലെ ഹാൻഡിൽ 5 ഡിഗ്രിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നതായാണ് കണ്ടത്. അതായത് സാധാരണ ടേക്ക് ഓഫിൽ ഫ്ലാപ്പ് എങ്ങനെയാണോ ഉണ്ടാവേണ്ടത് അങ്ങനെ മടങ്ങി തന്നെയാണ് ഇരുന്നത് എന്ന് ചുരുക്കം.
ഇനി അടുത്തത് നമ്മൾ കേട്ട മറ്റൊരു കാര്യം, ഒരുപക്ഷെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഈ വിമാനം വീഴുന്നതിന് തൊട്ട് മുൻപ് മെയ്ഡേ സന്ദേശം പറയുന്നതിനൊപ്പം പൈലറ്റ് നോ ത്രസ്റ്റ് പ്ലെയിൻ നോട്ട് ടേക്കിംഗ് ലിഫ്റ്റ് എന്ന് ATC പറഞ്ഞു എന്ന് ഒരുവിധം എല്ലാ മാധ്യമങ്ങളിലും വന്നിരുന്നു. ഇത് തെറ്റാണെന്ന് കൂടി AAIBയുടെ റിപ്പോർട്ട് പറയുന്നുണ്ട്. അതായത് 1 മണി കഴിഞ്ഞ് 9 മിനിറ്റും 5 സെക്കൻഡും ആകുമ്പോഴാണ് മെയ്ഡേ സന്ദേശം വിളിച്ചറിയിച്ചത് പൈലറ്റ്. പക്ഷെ അതിനുശേഷം പൈലറ്റ് ഒന്നുമേ പറഞ്ഞിട്ടില്ല. വിമാനത്തിന്റെ കോൾ സൈൻ ഏതാണെന്നും ATCയിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന് മറുപടി കിട്ടിയില്ല എന്നാണ് ഇന്ന് പുറത്തു വന്ന ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് സെക്കൻഡുകൾക്കകം വിമാനം താഴേക്ക് വീണു. പൈലറ്റ് ലിഫ്റ്റ് ത്രസ്റ്റ് ഈ വാക്കുകളൊന്നും പൈലറ്റ് പറഞ്ഞിരുന്നില്ല എന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സന്ദേശം പൈലറ്റ് പറഞ്ഞു, ATCക്ക് നൽകി എന്ന് പറഞ്ഞത് ആരാണ്? അതാരായാലും എന്തിനായിരിക്കും അത് പ്രചരിപ്പിച്ചത്? അതുമായി ബന്ധപ്പെട്ട് കുറെ സംശയങ്ങൾ, കുറെ ചോദ്യങ്ങൾ സ്വാഭാവികമായും ഇപ്പോൾ ഉയരുന്നുണ്ട്. മറ്റൊന്ന് ബ്ലാക്ക് ബോക്സിലേക്കാണ്. ഈ വിമാന അപകടവുമായി ബന്ധപ്പെട്ട ഒരു അപകടം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന പേര് ബ്ലാക്ക് ബോക്സിൻ്റെത് തന്നെയാണ്. എല്ലാ വിമാനങ്ങൾക്കും ഉള്ളതുപോലെ ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ എന്ന വിമാനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ചലനങ്ങളുടെയും ഡിജിറ്റൽ രേഖകൾ സൂക്ഷിക്കുന്ന DFDR ബ്ലാക്ക് ബോക്സും കോക്പിറ്റിലെ ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്ന കോക്പിറ്റ് വോയിസ് റെക്കോർഡർ അഥവാ CVR എന്ന രണ്ടാം ബ്ലാക്ക് ബോക്സും വിമാനത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെത്തി എന്നായിരുന്നു എല്ലാ വാർത്തകളിലും വന്നത്. പക്ഷേ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് ആധുനിക തലമുറയിൽപ്പെട്ട ബ്ലാക്ക് ബോക്സ് ആയ എൻഹാൻസ്ഡ് എയർബോൺ ഫ്ലൈറ്റ് റെക്കോർഡറുകളായിരുന്നു എന്ന് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് പഴയ മട്ടിലുള്ള ബ്ലാക്ക് ബോക്സുകളിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം DFDR ഡാറ്റയും കോക്പിറ്റ് ശബ്ദങ്ങളും ഒരേ പെട്ടിയിലുണ്ട് എന്നതാണ്. അപ്പോൾ പിന്നെ എങ്ങനെ 2 എണ്ണം കിട്ടിയെന്നൊരു ചോദ്യമുണ്ട്. അത് രണ്ടിലും ഒരേ കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നത്. അതാണ് വാസ്തവം. അപകടത്തിൽ ഒരെണ്ണത്തിന് എന്തെങ്കിലും കേടുപാടുണ്ടായാൽ രണ്ടാമത്തേതിൽ നിന്ന് വിവരങ്ങളെല്ലാം കിട്ടാമെന്നൊരു മുൻകരുതലാണ് അവിടെയുള്ളത്. ഈ അപകടത്തിൽ അങ്ങനെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഏറ്റവും പിന്നിലുണ്ടായിരുന്ന ടെയിൽ എൻഡിലുണ്ടായിരുന്ന പെട്ടിക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് വിവരങ്ങൾ ഡാറ്റ ശേഖരിക്കാൻ കഴിഞ്ഞില്ല. നമുക്കിപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന ഈ വിവരങ്ങളെല്ലാം തന്നെ അതിന് മുൻപിലായി വെച്ചിരുന്ന രണ്ടാം EAFR നിന്ന് കിട്ടിയതാണ്. ഇനി സ്വാഭാവികമായും ഇന്നിപ്പോൾ കേന്ദ്ര വ്യോമയാന സഹമന്ത്രിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രാഥമികമായ റിപ്പോർട്ടാണ്. അതിൽ നിന്ന് ഇനി വിശദമായ റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മൾ കൂടുതൽ വിവരങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നാണ്. അപ്പോൾ കുറെ ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഓഫ് ആക്കിയതാണെങ്കിൽ അതെങ്ങനെ ഓഫായി? ആരെങ്കിലും ഓഫ് ആക്കിയതാണോ? എന്താണ് സംഭവിച്ചതെന്ന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനിയും ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. കുറെ ഉത്തരങ്ങൾ നമ്മൾ കാത്തിരിക്കുകയാണ്.